ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബില്ലുക്ക വേൾഡ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇളനീരിടാൻ പോവുക കേട്ടോ. ഇത് ഞങ്ങളെ വീട്ടിൽ ആകെയുള്ളൊരു തെങ്ങാണ്. ഒരു തെങ്ങന്നെ ഉള്ളൂ കേട്ടോ ഇവിടെ. ഇതെന്ന് വെച്ചാൽ 18 പട്ട എന്ന് പറയും. 18 പട്ട എന്ന് പറഞ്ഞാൽ 18 പട്ടാകുമ്പോഴത്തേന് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് ചെറിയ തെങ്ങായപ്പോൾ തന്നെ കായ്ച്ചതേനു കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി തോട്ടിയൊക്കെ പറിക്കാൻ വേണ്ടി തോട്ടിയൊക്കെ എടുക്കാൻ പോയതാണ് ഉമ്മ. അപ്പോൾ ഇത് ഞങ്ങളെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഞങ്ങളെ വീടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് പാറയാണ് കേട്ടോ. മധുമലേൻ്റെ അരൂലാണ് ഞങ്ങളെ വീട്. മധുമല എന്നാണ് ഞങ്ങൾ ഇവിടേക്കൊക്കെ അറിയപ്പെടുക. പമ്പുകൾ മുക്ക് മധുമല. അപ്പോൾ ഇത് പാറയാണ്. ഇവിടെ വിറക് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നനയാതൊക്കെ ഷീറ്റ് ഇട്ടതാട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വല്യമ്മ ഒരു അടുപ്പുണ്ടാക്കിയതാണ്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പണ്ടൊക്കെ അടുപ്പുണ്ടാക്കില്ല, അതേപോലെ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇതിൽ ഉണ്ടാക്കലൊന്നുമില്ല. അതാണ് ഇതിങ്ങനെ തേച്ചിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ മുകളിലും വിറക് അങ്ങനെ വെക്കലാണ് കേട്ടോ വല്യമ്മ പണ്ടത്തെ മോഡലിൽ പുറത്ത് അടുപ്പുണ്ടാക്കിയതാണ്. എന്തെങ്കിലും വലിയ പരിപാടിയൊക്കെ ഉണ്ടാകും പുറത്തുണ്ടാക്കാമെന്നൊക്കെ വെച്ച് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. ആരൊക്കെ വീട്ടിലിങ്ങനെ പുറത്തുണ്ടാക്കലുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് പിന്നെ തോട്ടിയൊക്കെ എടുത്ത് ഉമ്മ പറിക്കാൻ പോവാണ് കേട്ടോ. കുറേ നോക്കി നമ്മൾ ശരിക്കും തെങ്ങ് കയറ്റക്കാരെ കൊണ്ടൊക്കെ തേങ്ങ ഇടിച്ചില്ലത്. ഞങ്ങളെ വീട്ടിലിവിടെ ആകെ ഒരു തെങ്ങുള്ളൂ. ഇവിടെ എൻ്റെ വീട്ടിലാണിത്. പിന്നെ എന്നെ അവിടെ കെട്ടിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലാത്തതുകൊണ്ടൊക്കെ അറിയാം അവിടെ ഉണ്ടായത്. ഏതായാലും ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ എന്നെ ക്ഷീണം കുഴക്കും, ലോ BP ഒക്കെ കഴിഞ്ഞാണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് മോർണിംഗ് തന്നെ അമ്മ പറഞ്ഞു മൂത്രത്തിൽ പോപ്പ് ഉണ്ടായിരുന്നു, ഇളനീര് അയക്കണം തോന്നുന്നു. എനിക്ക് ഇളനീര് വേണമെങ്കിൽ നമുക്കൊന്ന് പറിച്ച് നോക്കുക, കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കിയതാണ്. അപ്പോൾ ഒരുപാട് ശ്രമിച്ചു. എന്നിട്ട് ഈ ഇളനീര് കിട്ടണമെന്നല്ല കേട്ടോ. അപ്പോൾ ഈ പ്രഗ്നൻസി ടൈം ആകുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണവും പല ആൾക്കും പല മാതിരിയല്ലേ. എനിക്ക് ഈ ബിലൂസിന് പ്രഗ്നൻസി ആയപ്പോൾ തന്നെ നല്ല ക്ഷീണവും ഛർദിയും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ സെക്കൻഡ് ടൈമിലായപ്പോൾ അത്രയ്ക്കില്ല. പക്ഷെ എന്നാലും ഇന്നലെയൊക്കെ എന്താണാവോ ഭയങ്കര ക്ഷീണവും അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഒന്ന് പറിച്ച് നോക്കാൻ നോക്കി. ഇത് നോക്കി അമ്മ കഴിയാത്തതുകൊണ്ട് ലാസ്റ്റ് അമ്മ പരാജയപ്പെട്ട് ഇനി വേണ്ട നിങ്ങൾ ഇതാക്കി. കാരണം നമ്മളെ വീടിൻ്റെ ബാക്ക് മൊത്തം പാറയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മൊത്തം അവിടെയൊക്കെ ഡബ്ബറാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോഴാണ് ഈ മധുമല എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒന്നും കൂടി തോട്ടിട്ടുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് അടച്ചവൻ്റെ ഭാഗ്യം എന്ന് പറയാം, ലാസ്റ്റ് കിട്ടി. അല്ലാതെ ഇത് പോരണ്ടേ. ലാസ്റ്റ് ഏതായാലും തേങ്ങ നമുക്ക് കിട്ടിയാൽ നീരാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഇത് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ വേഗം അങ്ങനെ പോയി എടുത്തു. പിന്നെ ഇവിടെയും ഈ സൈഡിലും വല്യമ്മ അങ്ങനെ വിറകൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വല്യമ്മ നമ്മളടുത്ത് മീനാൾ അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഭയങ്കര ഉഷാറാണ്. അപ്പോൾ തേങ്ങ കിട്ടി. അപ്പോൾ തേങ്ങ കിട്ടിയപ്പോൾ ഭയങ്കര ആകാംക്ഷ, വെള്ളം കുടിക്കാനും അതിൻ്റെ ഉള്ളിലത്തെ കയമ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിക്കണമെന്നൊക്കെ എഴുതിങ്ങാണ്ട് എടുത്താണ്. ക്ഷീണമൊക്കെ അതാവുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അത് പൊട്ടിച്ചോക്കിയപ്പോൾ വൻ ടെസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ആ പാടൊക്കെ കേട് വന്ന് പോയി കേട്ടോ. നമ്മളെ വിലൂസ് ഇതിന് നോക്കി നിൽക്കുകയാണ്, വെള്ളം പൊട്ടിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ ഈ കല്ല് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അപ്പുറത്ത് പുതിയ അയൽവാസികൾ വരുന്നുണ്ട്. അപ്പോൾ ആ വീട് പണീൻ്റെ കല്ലുകളാണ് കേട്ടോ. ആ കൂട്ടിയിട്ടിരിക്കണ പോലെ മണ്ണൊക്കെയാണ് അവിടെയാണ് വെച്ചാണ് ചെയ്യണത്. നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ മറ്റവനവിടെ കളിക്കുന്നത് വന്നുകൊണ്ട് മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇട്ടുവൻ കളിച്ചീന് മണ്ണൊക്കെ JCBൻ്റെ ഉള്ളിലത്തെ മണ്ണൊക്കെ കൊണ്ടുവന്നൊരു ഒറ്റയിടൽ. അതിൽ പിന്നെ അമ്മ ലാസ്റ്റ് ഒന്നുകൂടി നോക്കി നോക്കാം, ഞായ്മ വേറെ ഉണ്ടാവും. മറ്റേതൊന്നും ഉണ്ടായിട്ട് തന്നെ അല്ല മൂത്ത് വരുന്നുള്ളൂ. അപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് ഏതായാലും മറ്റേത് ഇട്ടപ്പോൾ വെള്ളം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ ഇനിയും വീഡിയോ ഇടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ബിലൂസിന് കൊടുക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.